ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ 6ാം റൗണ്ട് മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത്. നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് അറ്റ്ലാന്റയെ അവർ തോൽപ്പിച്ചിട്ടുള്ളത്. റയലിന് വിജയം അനിവാര്യമായ ഒരു മത്സരമായിരുന്നു ഇത്. അതിൽ അവർ വിജയം സ്വന്തമാക്കുകയായിരുന്നു. അവരുടെ സൂപ്പർ ട്രിയോ ഗോൾ അടിച്ചിട്ടുണ്ട്. എംബപ്പെ, ബെല്ലിംഗ്ഹാം, വിനീഷ്യസ് ജൂനിയർ എന്നിവർ ഗോളുകൾ നേടുകയായിരുന്നു. അതുവഴിയാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 10ാം മിനിറ്റിൽ തന്നെ എംബപ്പയുടെ ഗോൾ നമ്മൾ കണ്ടു. ഡയസ് നീക്കി നൽകിയ പന്ത് വളരെ വേഗത്തിൽ എംബപ്പെ ഫിനിഷ് ചെയ്യുകയായിരുന്നു. അതിനു പിന്നാലെ പരിക്ക് മൂലം എംബപ്പയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് കെറ്റ്ലയർ പെനാൽറ്റിയിലൂടെ അറ്റ്ലാന്റയെ ഒപ്പമെത്തിക്കുകയായിരുന്നു. എന്നാൽ 56ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറുടെ ഒരു ഗോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അറ്റ്ലാന്റ പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്നും ലഭിച്ച ബോൾ വിനീഷ്യസ് ജൂനിയർ വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു. പിന്നീട് 59ാമത്തെ മിനിറ്റിലാണ് ബെല്ലിംഗ്ഹാമിന്റെ ഒരു ഗോൾ നമ്മൾ കണ്ടത്. അതൊരു സൂപ്പർ ഗോളാണ്. വിനിയുടെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ പിറന്നിട്ടുള്ളത്. ഒരു ഡിഫൻഡറെ മറികടന്നുകൊണ്ട് അദ്ദേഹം ആ ഒരു ഗോൾ നേടുകയായിരുന്നു. പിന്നീട് 65ാമത്തെ മിനിറ്റിൽ അറ്റ്ലാന്റയുടെ സൂപ്പർ താരമായ ലുക്മാൻ ഒരു ഗോൾ നേടി. പക്ഷെ പിന്നീട് ഗോളുകൾ ഒന്നും പിറന്നില്ല. ഇങ്ങനെയാണ് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറ്റ്ലാന്റയുടെ ആധിപത്യം നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ എക്സ്പെക്റ്റഡ് ഗോളുകളൊക്കെ വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ വിജയം നേടാൻ കഴിഞ്ഞത് റയലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതേസമയം ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ലിവർപൂൾ വിജയം നേടിയിട്ടുണ്ട്. സ്പാനിഷ് ക്ലബ്ബായ ജിറോണയെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവരുടെ വിജയം. മത്സരത്തിൻ്റെ 63ാം മിനിറ്റിൽ ലിവർപൂളിന് അനുകൂലമായിക്കൊണ്ടൊരു പെനാൽറ്റി ലഭിച്ചു. അത് മുഹമ്മദ് സലാ പിഴവുകൾ ഒന്നും കൂടാതെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ ആ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇന്റർ മിലാനും ബയർ ലെവർക്യൂസനും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഈ മത്സരത്തിൽ ഇന്റർ മിലാനെ തോൽപ്പിക്കാൻ ബയർ ലെവർക്യൂസന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മത്സരത്തിൻ്റെ 90ാമത്തെ മിനിറ്റിൽ നോർഡി മുക്കിയേല നേടിയ ഗോളാണ് ബയർ ലെവർക്യൂസന് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രസ്റ്റും PSVയും തമ്മിലുള്ള മത്സരത്തിൽ ബ്രസ്റ്റ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു. ബ്രസ്റ്റ് ഈ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ക്ലബ്ബ് ബ്രൂഗയും സ്പോർട്ടിംഗ് CPയും തമ്മിലുള്ള മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ക്ലബ്ബ് ബ്രൂഗയാണ് വിജയിച്ചിട്ടുള്ളത്. റൂബൻ അമോറിം പോയതിനു ശേഷം സ്പോർട്ടിംഗ് CP ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത്. അതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ല ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട്. 2-3 ഗോളുകൾക്കാണ് അവർ RB ലീപ്സിഗിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രഞ്ച് വമ്പന്മാരായ PSG ഒരു ഗംഭീര വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സാൽസ്ബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 30ാമത്തെ മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്നും ഗോൺസാലോ റാമോസ് ആണ് അവർക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. പിന്നീട് 72ാമത്തെ മിനിറ്റിൽ നുനോ മെൻഡസിന്റെ ഒരു ഗോൾ വന്നു എന്നുള്ളതാണ്. പിന്നീട് അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്ന് തന്നെ ഡിസേറയുടെ ഒരു ഗോൾ 85ാമത്തെ മിനിറ്റിൽ പിറക്കുകയായിരുന്നു. ഇങ്ങനെയാണ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് PSG സാൽസ്ബർഗിനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ബയേൺ മ്യൂണിക്ക് ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. 1-5 ഗോളുകൾക്കാണ് ഷാക്തർ ഡൊണസ്കിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 5ാമത്തെ മിനിറ്റിൽ കെവിനിലൂടെ ഷാക്തർ ഡൊണസ്ക് മുന്നിലെത്തി. പക്ഷെ പിന്നീട് ബയേൺ മ്യൂണിക്ക് ഒരു സംഹാര താണ്ഡവം നടത്തുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. 5 ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു. അതിൽ മിഷേൽ ഒലീസെ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. ലെയ്മർ, മുള്ളർ, മുസിയാല എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഇന്നലത്തെ ഒരു റിസൾട്ട് വരുന്നത്. ഇനിയിപ്പോൾ പോയിന്റ് പട്ടിക എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് ലിവർപൂൾ തന്നെയാണ്. 6 മത്സരങ്ങളിൽ 6ലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 18 പോയിന്റ് നേടിക്കൊണ്ടാണ് 1ാം സ്ഥാനത്ത് അവരിപ്പോൾ തുടരുന്നത്. 2ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർ മിലാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ 4ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്ത് ഇപ്പോൾ ആസ്റ്റൺ വില്ലയാണ് വരുന്നത്. ബയേൺ മ്യൂണിക്ക് 8ാം സ്ഥാനത്താണ്. 9ാം സ്ഥാനത്ത് അറ്റ്ലാന്റയാണ് വരുന്നത്. റയൽ മാഡ്രിഡ് കഴിഞ്ഞ ദിവസം 24ാം സ്ഥാനത്തായിരുന്നു. അത് ഇപ്പോൾ 18ാം സ്ഥാനത്തേക്ക് കയറി വരാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്നലത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ, ആ ഒരു റിസൾട്ടുകൾ ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. ബാഴ്സലോണയും ബൊറൂസിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും യുവന്റസും തമ്മിലുള്ള ഒരു കിടിലൻ മത്സരം ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. ആഴ്സണലും മൊണോക്കോയും തമ്മിൽ ഒരു മത്സരം ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.